നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ ഇന്ന് റിലീസ് ചെയ്ത പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. സിനിമ കഴിഞ്ഞിറങ്ങി വീട്ടിലെത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മാത്രമാണ്. ഇത് വേറെ ആരുടെയും റിവ്യൂമായിട്ട് സ്വാധീനമോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള കൈകടത്തലുകളും ഇതിനകത്തില്ല. എന്റെ മാത്രം അഭിപ്രായമാണ്. ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആദ്യമേ തന്നെ ഒരു അഭിപ്രായം പറയാം. ഈ ആഴ്ച ഫാമിലിയുമായിട്ട് തിയേറ്ററിൽ പോയി ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു മികച്ച കോമഡി ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ. തുടക്കം മുതൽ അവസാനം വരെ ലോജിക്കൊന്നും നോക്കാതെ ഇരുന്ന് ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഈ ചിത്രം എന്ന് തന്നെ പറയാം. ഒരല്പം ലോജിക്ക് നോക്കിയാലും തെറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് കാണാനുമില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു സിംഗിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയാം. നല്ല ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇനി സിനിമയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, പൃഥ്വിരാജും ബേസിൽ ജോസഫും അളിയന്മാരാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അളിയന്മാർ എന്ന് പറഞ്ഞാൽ ബേസിൽ ജോസഫ് കല്യാണം കഴിക്കാൻ പോകുന്നത് അനശ്വരയാണ് എന്നും അനശ്വരയുടെ ചേട്ടനാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യം നമുക്ക് ആ ട്രെയിലറിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു സസ്പെൻസോ കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു സംഭവം പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും, അതായത് ഒരു ആള് കല്യാണം കഴിക്കാൻ വരുന്നു, കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്ന അളിയനും തമ്മിൽ വലിയ സൗഹൃദമാകുന്നു. പിന്നീട് അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അത് പരിഹരിക്കാൻ നടക്കുന്നു. ക്ലൈമാക്സിൽ എന്താകും എന്നുള്ളതാണ് സിനിമയുടെ സബ്ജക്ട്. ഇത് പറയുമ്പോൾ ഒറ്റ വരിക്ക് തീർന്നു എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായിട്ട് വലിയൊരു ട്വിസ്റ്റ് കിടക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാധാരണ സിനിമകളിലെല്ലാം ട്വിസ്റ്റ് ഏറ്റവും എൻഡിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റിൽ കാർഡിനോടൊപ്പം തന്നെ സംവിധായകന്റെ പേര് എഴുതി കാണിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ഈ ഒരു ട്വിസ്റ്റ് പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു നിമിഷം തിയേറ്ററിൽ കേട്ട ചിരി, അത് അവിടെ നിന്ന് പടം തീരുന്ന നിമിഷം വരെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ എന്നുള്ളതാണ്. ഓരോ ഫ്രെയിം ടു ഫ്രെയിം കോമഡി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പൃഥ്വിരാജിന് കോമഡി വഴങ്ങില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം കോമഡി ചെയ്യുന്ന സമയത്ത് ഒരു അല്പം ഓവർ ആക്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഈ കഥാപാത്രത്തിന് ആ ഓവർ ആക്ടിംഗ് വളരെയധികം ചേരുകയും ചെയ്യും. അതിന്റെ കാരണം നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഓക്കെ. പിന്നെ ബേസിൽ കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ വളരെ നാച്ചുറൽ ആയിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വലിയ വിദഗ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലും വളരെ ഭദ്രമാണ് ഈ ഒരു കഥാപാത്രം. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും നല്ല പക്ക കഥാപാത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനശ്വരയ്ക്ക് ഒരല്പം കുറവായിരുന്നു റോൾ എന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പോലും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട്. നായകന്മാരോടൊപ്പം തന്നെ കയ്യടി നേടാൻ രണ്ടുപേർക്കും സാധിക്കുന്നുമുണ്ട്. വലിയ ഒരു താരനിര ഉള്ള ഒരു സിനിമയാണ്. സിനിമയുടെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരുന്നു 30ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത്. ഈ 30 പേർക്കും അവരവരുടേതായിട്ടുള്ള കഥാപാത്രങ്ങൾ കൊടുത്തു എന്നുള്ളതും അതിനെല്ലാം ഡെപ്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഓരോ കഥാപാത്രയും കാണുമ്പോഴും നമുക്കറിയാം ഇയാളുടെ കഥാപാത്രം ഇന്നതാണ്, ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്തു. ഒരല്പം നെഗറ്റീവ് എനിക്ക് തോന്നിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് നടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ റേഞ്ചിന് ഒത്ത ഒരു കഥാപാത്രം ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ബേസിൽ ജോസഫും പൃഥ്വിരാജും തന്നെയാണ് കൃത്യമായിട്ട് തുടക്കം മുതൽ തന്നെ പടം ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. രണ്ടുപേരും തുല്യമായിട്ടുള്ള ഹീറോസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ട്വിസ്റ്റിൽ പിടിച്ചുകൊണ്ടാണ് പിന്നീട് പടം തുടങ്ങുന്നത് തന്നെ. തുടക്കത്തിലെ ആ ട്വിസ്റ്റ് കാണിച്ചിട്ട് പിന്നീട് ആ പടം തുടങ്ങുന്നു. നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. പലർക്കും ഒരുപക്ഷെ റിവ്യൂസിലൊക്കെ അത് നെഗറ്റീവായിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം. അത് വേറെ ഒന്നുമല്ല, കാലാകാലങ്ങളായിട്ട് മലയാള സിനിമയിൽ ഇതുപോലുള്ള കല്യാണങ്ങളുടെ സിനിമകൾ കുറെ വന്നിട്ടുണ്ട്. ഒരു 90കളിലൊക്കെ അങ്ങനെയുള്ള സിനിമകൾ കുറെ, ദിലീപും മുകേഷൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടുപേരും തന്നെ ഏതാണ്ട് 10-30ഓളം സിനിമകൾ ഇതുപോലത്തെ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ജഗദീഷൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതായത് ആ ഒരു ടോണിൽ തന്നെയാണ് പടം പോകുന്നത്. കല്യാണം 10 ദിവസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്നു, ഗൾഫിൽ ജോലി ചെയ്യുന്ന വരൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു, കല്യാണം കഴിക്കാനെത്തുന്നു, വേറെ ഒരു സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന പൃഥ്വിരാജ് അളിയൻ ഈ കല്യാണം നടത്താനായിട്ട് വരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര
ഭയങ്കര ചങ്കും ചങ്കുമാണ്. പിന്നീട് ഇവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വളരെ വലിയ കോമഡി പ്രശ്നമാണ്. ആ കോമഡി പ്രശ്നത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ അത് പറയാൻ എനിക്ക് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. കാരണം അത്രയും നല്ല കോമഡി ട്വിസ്റ്റാണ്. അതിൽ പിടിച്ച് മുന്നോട്ട് പോകുന്ന സബ്ജക്ട്, ആദ്യം കുറെ ആളുകൾ കല്യാണം മുടക്കാൻ നടക്കുന്നു, കുറെ ആളുകൾ കല്യാണം നടത്താൻ നടക്കുന്നു, പിന്നീട് കല്യാണം മുടക്കാൻ നടന്നവർ കല്യാണം നടത്താൻ നടക്കുന്നു, അതിനുശേഷം കല്യാണം നടത്താൻ നടന്നവർ മുടക്കാൻ നടക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ആ കൊണ്ടുപോകുന്ന രീതി അത് സത്യം പറഞ്ഞാൽ ട്വിസ്റ്റ് ഒരല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റാണ്, കോമഡി ആണ് എന്നുണ്ടെങ്കിലും. പക്ഷെ ആ ഒരു ടെൻഷനെ പോലും വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അതായത് ഒരു നിമിഷം പോലും നമുക്ക് ഒരു ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഹാപ്പി മൂഡിൽ തന്നെ കണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യമാണ്. ഈ ഒരു കോമഡി സംഭവത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല രീതിയിൽ തന്നെ കോമഡി ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്തു. എല്ലാ കഥാപാത്രങ്ങളും അവരവരുടേതായിട്ടുള്ള റോളുകളും മികച്ച രീതിയിൽ തന്നെ ആക്കി. എനിക്ക് ആകെ മ്യൂസിക്കിന്റെ ബേസ് വരുമ്പോൾ ഒരു കല്യാണപ്പാട്ട് ഇതിനകത്തുണ്ട്. അത് കല്യാണപ്പാട്ട് ആ ഒരു സംഭവം നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി ഒന്നിച്ചിട്ട് ഒരു പാട്ട്, അത് സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ സിനിമകളിലും കാണാറുള്ളതാണ്. പക്ഷെ ആ പാട്ട് കുറച്ചും കൂടി നന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ഒരു ഡാൻസിനെയോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ അല്ല പറഞ്ഞത്, ആ പാട്ട് എനിക്ക് അത്ര ആ ഒരു സമയത്ത് ഒരു കല്ലുകടി പോലെ പടം നടക്കുന്ന സമയത്ത് തോന്നി. എന്നാൽ ക്ലൈമാക്സിൽ ഒരു പാട്ട് വരുന്നുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ട് വളരെ ഗംഭീരമായിട്ട് തോന്നി. അത് ആ ക്ലൈമാക്സിന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് തന്നെ യൂസ് ചെയ്തതും വളരെ രസകരമായിട്ട് തോന്നി. അത് കൊള്ളാമായിരുന്നു. അതുപോലെ ഗുരുവായൂർ അമ്പലം സെറ്റ് ഇട്ടേക്കണതാണെന്ന് അവർ പറഞ്ഞു. 24 ദിവസത്തെ ഷൂട്ടൊക്കെ ആ സെറ്റിലാണ് നടത്തിയതെന്നൊക്കെ പറഞ്ഞിരുന്നു. സെറ്റായിട്ട് തോന്നിയില്ല. അത് സെറ്റും റിയാലിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടായിരിക്കാം. എന്ത് തന്നെയാലും ആ ഒരു സംഭവം വളരെ ലൈറ്റായിട്ട് തന്നെ, അതിപ്പോ അവര് സെറ്റല്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് തോന്നത്ത് പോലും ഇല്ലായിരുന്നു സെറ്റാണെന്നുള്ള കാര്യം. അതേ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനും ആ ഒരു ആർട്ട് ടീമിനും നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. പിന്നെ വേറെ എടുത്തു പറയത്തക്കതായിട്ടുള്ള ക്യാമറ മൂവ്മെന്റ്സും ക്യാമറയുടെ ടെക്നോളജിയും കാര്യങ്ങളോ അല്ലെങ്കിൽ സംവിധായകന്റെ വേറെ ലെവൽ ഷോട്ടുകളോ ഒന്നും തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഈ സിനിമയ്ക്ക് കല്ലുകടിയാവും. ആ പറയാൻ ആഗ്രഹിച്ച ആ കോമഡി അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് അത് അങ്ങനെ അങ്ങോട്ട് നമുക്ക് മുന്നിലേക്ക് കാണിച്ചാൽ മാത്രം മതി. കാരണം സ്ക്രിപ്റ്റ് അത്രയധികം സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. വളരെ മനോഹരമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന സിനിമയാണ്. ഓരോ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ പോലും വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. തുടക്കം നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ അബദ്ധങ്ങളും പിന്നീട് നമുക്ക് എങ്ങനെയാണ് തിരിച്ച് കൊത്തുന്നത് എന്നുള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ്, ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് കോമഡിയിലേക്ക്, അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇതില്ലാതെ ടെൻഷൻ തരാതെ ത്രൂ ഔട്ട് കോമഡിയിലൂടെ പോകുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ടെൻഷൻ കയറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ടെൻഷൻ പോലും കോമഡിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ടെൻഷൻ അല്ല ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് ആ ടെൻഷൻ അനുഭവിക്കുന്നത് പൃഥ്വിരാജാണ്. ആ പൃഥ്വിരാജിന്റെ ആ കഥാപാത്രത്തെ നമ്മൾ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് പിന്നീട് നമ്മൾ വ്യാഖ്യാനിക്കുക. ആ രീതിയിലൊക്കെ വരുന്നത് നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആക്ഷന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ക്ലൈമാക്സിൽ ഒരു ചെറിയ രീതിയിലുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. വേറൊരു ആക്ഷനുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതും ഒരു കോമഡി പശ്ചാത്തലത്തിലൂടെ ആക്ഷൻ കാണിക്കാതെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അതെല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് ഞാൻ കണ്ട ഒരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ വളരെയധികം ഹാപ്പി ആയിട്ട് കണ്ട ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമയെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറയുമെന്ന്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്ത ഒരു സിനിമ, ഒരു വലിയ ഒരു ഹിറ്റിനേക്കുള്ള സാധ്യത കാണുന്ന ഒരു സിനിമ. വരുന്നതെല്ലാം ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്തുടരാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഹിറ്റായിട്ട് മാറും. 2024 മറ്റൊരു മെഗാ ഹിറ്റിലേക്ക്, മെഗാ സൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഒരു വലിയ പേര് നേടിയെടുക്കുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഏതൊരു ഫാമിലിക്കും കുട്ടികളുമായി തന്നെ പോയി കാണേണ്ട ഒരു സിനിമ. കാരണം ഒരാൾക്ക് പോലും ഈ ഒരു സിനിമ ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.